നയതന്ത്ര ബാഗേജിലൂടെ അല്ലെന്ന് കളവ് പറയാൻ ടെലിവിഷൻ മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാർ ഉപദേശിച്ചതായി സ്വപ്ന സുരേഷ്. നയതന്ത്ര ബാഗേജ് അല്ലെന്ന് കോൺസുൽ ജനറലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാൻ അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചിരുന്നു. യാത്രാ വിലക്കുള്ളപ്പോൾ അനിൽ നമ്പ്യാർക്ക് UAE പോകാൻ സഹായം ചെയ്തത് താനാണ്. BJPയെ സഹായിക്കണമെന്ന് അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടിരുന്നതായും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. മൊഴിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണമടങ്ങിയ ബാഗേജ് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്നും വ്യക്തിപരമായ ബാഗേജാണെന്നും കോൺസൽ ജനറലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാൻ അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടുവെന്നാണ് സ്വപ്നയുടെ മൊഴി. സ്വർണ്ണക്കടത്ത് പിടിച്ചതായി അറിഞ്ഞ് അനിൽ നമ്പ്യാർ വിളിച്ചപ്പോഴാണ് ഈ ഉപദേശം നൽകിയത്. അനിൽ നമ്പ്യാരെ തിരിച്ചു വിളിച്ച് കോൺസൽ ജനറലിന്റെ പേരിൽ ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും സ്വപ്ന കസ്റ്റംസിനോട് വെളിപ്പെടുത്തി. കത്ത് തയ്യാറാക്കി നൽകാം എന്ന് അനിൽ നമ്പ്യാർ അറിയിച്ചുവെങ്കിലും ഒളിവിൽ പോകാനുള്ള തിടുക്കത്തിനിടെ ഇക്കാര്യം തുടർന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. അനിൽ നമ്പ്യാർക്ക് UAE വഞ്ചനാ കേസ് നിലവിലുണ്ടായിരുന്നു. അവിടെ സന്ദർശിച്ചാൽ അറസ്റ്റുണ്ടാകുമോ എന്ന് ഭയന്നിരുന്നു. അന്ന് കോൺസൽ ജനറൽ വഴി യാത്രാനുമതി താൻ തരപ്പെടുത്തി നൽകിയെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. 2018 താജ് ഹോട്ടലിൽ നടത്തിയ മദ്യസൽക്കാരത്തിനിടെ BJPക്ക് വേണ്ടി അനിൽ നമ്പ്യാർ കോൺസുലേറ്റിന്റെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചതായും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ അനിൽ നമ്പ്യാർക്കെതിരെ അന്വേഷണം നടക്കട്ടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നിഷ്പക്ഷ അന്വേഷണമാണ് നടക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ടെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കസ്റ്റംസ് കണ്ടെത്തിയതല്ല, ഇതൊക്കെ പ്രതികളുടെ മൊഴികളാണ്. ആ മൊഴികളാണെങ്കിൽ പോലും വിശദമായിട്ട് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ്. അത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കേരളത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയെ അനുകൂലിക്കുന്നവരോ ആരെങ്കിലും ഒരാൾ അന്വേഷണത്തിന് മുമ്പിൽ വരില്ല. പക്ഷേ കേന്ദ്ര ഏജൻസി അങ്ങനെയല്ല. സ്വപ്നയുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഏത് പേര് വന്നാലും വിശദമായി പരിശോധിക്കുന്നു എന്നുള്ളത് അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞങ്ങൾ. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തീർത്തും നിഷ്പക്ഷമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതോടെ സ്വർണ്ണക്കടത്തിൽ BJPയുടെ ബന്ധമാണ് തെളിയുന്നതെന്നായിരുന്നു CPMന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. എന്നാൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം മറ്റ് BJP നേതാക്കളും പ്രതികരിച്ചു. കേന്ദ്ര സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞ കാര്യവും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ലഗേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബാഗേജ് എന്ന് പറയുന്നത് നയതന്ത്ര തലത്തിൽ വന്നതല്ല എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 14 ആളിൽ നിന്നാണ് ഈ സ്വർണം പിടിച്ചത് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഈ അനിൽ നമ്പ്യാരുടെ ഉപദേശവും കൂടി ചേർത്ത് NIA പരിശോധിക്കട്ടെ. അപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുക. ഈ ഒരു മൊഴിയെ ഗൗരവതരമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ സീരിയസ് ആയി തന്നെ ഒട്ടും ഉപേക്ഷയില്ലാതെ അന്വേഷണത്തിന് വിധേയമാക്കണം. അനിൽ നമ്പ്യാർ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് സമഗ്രമായി തന്നെ അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ വലിയ രീതിയിൽ താല്പര്യമെടുത്തിരുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴുള്ള പിന്മാറ്റവും മൗനവും അതൊക്കെ വലിയ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീ വി മുരളീധരൻ ആദ്യം മുതൽ ആവർത്തിക്കുന്നു, NIA ആദ്യം മുതൽ തന്നെ അത് നിഷേധിക്കുന്നു. NIA പറയുന്നതിൽ നിന്നും കണ്ടെത്തിയതിൽ നിന്നും വ്യത്യസ്തമായി ശ്രീ വി മുരളീധരനും അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങളും ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, BJP ചാനലിന്റെ പ്രമുഖനായ മേധാവികളിൽ ഒരാളായ ശ്രീ അനിൽ നമ്പ്യാർ, അദ്ദേഹത്തിനും BJP നേതാക്കളും തമ്മിലുള്ള ബന്ധവും വ്യക്തമാണ്. അതേ കാര്യം തന്നെ സ്വപ്നയോട് സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ പറയാൻ. എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ വി മുരളീധരനുള്ള രഹസ്യവും നിഗൂഢവുമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ സംശയങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ബലപ്പെടുന്നത്. കോൺസുലേറ്റിനോട് BJPയെ സഹായിക്കണം എന്നൊന്നും പറയാൻ വേണ്ടിയൊന്നും BJP ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ഉണ്ടാകുന്നതിന് 1980 മുതൽ BJPയുടെ വളർച്ച നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരാൻ വേണ്ടി ഏതു തരത്തിലാണ് ഊർജ്ജം സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോഡികളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് UAE ഗവൺമെന്റിനോട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു. അവർ ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയ കാര്യമാണ് ഒഫീഷ്യലി വി മുരളീധരൻ സമൂഹത്തോട് പറഞ്ഞത്. അത് രേഖകളുണ്ട്. ഒരു കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ.
അതീവ ഗൗരവതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. ഇത് അനിൽ നമ്പ്യാരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. അതിന്റെ മേലെയുള്ള BJPയുടെ അധികാര കേന്ദ്രങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര കേന്ദ്രങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നതിന്റെ ഒരു കണ്ണിയായിട്ട് അനിൽ നമ്പ്യാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. പിണറായി വിജയനും കൂട്ടരും ചെന്ന് പറ്റിട്ടുള്ള വലിയ അപകടമുണ്ട്. അവർക്ക് മിക്കവാറും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന രീതിയിൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. അതിന് മറികടക്കാൻ കിട്ടിയ ഒരു കത്തിത്തുരുമ്പ് നിലയ്ക്കാണ് അനിൽ നമ്പ്യാരുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ വലിയ ചർച്ചയൊക്കെ സംഘടിപ്പിച്ചു. നമ്പ്യാർക്ക് പങ്കെടുക്കുന്ന അനിൽ നമ്പ്യാരെയും കൊണ്ടുപോയി തൂക്കിക്കൊള്ളണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ആര് കൂട്ടുനിന്നാലും അവർക്ക് ഒരു രാഷ്ട്രീയ പരിഗണനയും കൊടുക്കാതെ മറ്റൊരു പരിഗണനയും കൊടുക്കാതെ നടപടി സ്വീകരിക്കണം. എന്തായാലും സംശയം. ഗൾഫ് സന്ദർശനത്തിൽ എത്ര പണം കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ധാരണാപത്രം ചോദിച്ചിട്ട് 4 ആഴ്ചയായി. ധാരണാപത്രം തരാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ഗൾഫിൽ വെച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാര സംഘവും, ആ സംഘത്തിൽ സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഏതായാലും ശിവശങ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് വിദേശ സഹായം തേടാൻ വേണ്ടി പോയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എത്ര കോടി കിട്ടി ഗവൺമെന്റ് വ്യക്തമാക്കണം. ഈ റെഡ് ക്രസന്റിന് കൂടുതൽ 20 കോടിയല്ല, അതിൽ കൂടുതൽ പണം കിട്ടിയിട്ടുണ്ടെന്നാണ്. ആര് പിരിച്ചു? ഈ പണമെല്ലാം എവിടെ? എങ്ങനെ 9 കോടി രൂപ സ്വപ്ന സുരേഷിന് കമ്മീഷൻ കിട്ടി? സ്വപ്ന സുരേഷ് ആണോ ഈ റെഡ് ക്രസന്റുമായി കേരള ഗവൺമെന്റിനെ ബന്ധപ്പെടുത്തിയത്? തന്നാൽ കള്ളി പുറത്തു വരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒളിച്ചുകളി നടത്തുന്നത്. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച ഈ 8-9 അഴിമതി ആരോപണങ്ങളും അതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. നിയമസഭയിൽ 8 അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ഒന്നിനു പോലും മറുപടി നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷം ഉന്നയിച്ചത് വസ്തുതകളാണ്. എഴുതി ചോദിച്ചതിന് പോലും മറുപടി നൽകാത്തതുകൊണ്ടാണ് നടുത്തളത്തിലിറങ്ങിയത്. ആരാണ് തെറി പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും വിളിച്ചത് മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല പറഞ്ഞു. അഴിമതിക്ക് കുടപിടിക്കുന്നതുമായ നടപടികളാണ് പ്രതിപക്ഷം 8 അഴിമതി ആരോപണങ്ങളിലൂടെ ഉന്നയിച്ചത്. എന്നാൽ ആ 3.25 മണിക്കൂർ നേരവും ഒരു അഴിമതി ആരോപണത്തെ പറ്റി പറഞ്ഞില്ല. എഴുതി കൊടുത്ത് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പോലും മറുപടിയില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറി മുദ്രാവാക്യമെന്ന്. ആരാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കരുത്. നികൃഷ്ടജീവിയെന്നും എടോ ഗോപാലകൃഷ്ണനെന്നും പരനാറിയെന്നും കുലംകുത്തിയെന്നും ഒക്കെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകളെ വിളിച്ച ശ്രീ പിണറായി വിജയന് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം രാഷ്ട്രീയമായി പാപ്പരാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിഴലിനോടാണ് പ്രതിപക്ഷത്തിന്റെ സമരം. നിയമസഭയിലെ അവിശ്വാസം തുടക്കത്തിലെ പാളി. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം പുലഭ്യം പറയുകയാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് അധിക്ഷേപിക്കുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിലെ MLA-മാർ അവിടെ ചെയ്തത്. അവർ വെല്ലിൽ ഇറങ്ങിയില്ല എന്നുള്ളത് വെച്ചാൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വന്ന് കൂട്ടം കൂടി. സത്യത്തിൽ ഒരു കാരണവശാലും അദ്ദേഹം അർഹിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ പുലഭ്യം പറയുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയാനുള്ളത് മുഴുവൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പാപ്പരാണ്. രാഷ്ട്രീയ പാപ്പരത്വമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം തുടക്കത്തിൽ തന്നെ പാളിപ്പോയി. നനഞ്ഞ പടക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു നനഞ്ഞ പടക്കമായിരുന്നു. ഈ കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിഴലിനോട് യുദ്ധം ചെയ്യുകയാണ് പ്രതിപക്ഷം. ഇടവേള. സർക്കാർ അവഗണനയെ തുടർന്ന് കോവിഡ് പ്രതിരോധത്തിനായി നിയോഗിച്ച ഡോക്ടർമാർ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നു. കുറഞ്ഞ ശമ്പളത്തിൽ നിന്നും സർക്കാർ തുക പിടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. പല ഡോക്ടർമാർക്കും ഇതിനകം
രാജിക്കത്ത് ഡോക്ടർമാരും ഇതിനകം രാജിക്കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോവുകയാണോ? പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതാണോ? വിശദാംശങ്ങൾ എന്താണ്? അപർണ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതായത് കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ നിയമിച്ച 1000-ഓളം ഡോക്ടർമാരുണ്ട്. ഇവർ FLTCകളിലാണ് ഇപ്പോൾ പ്രത്യേകമായി അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സാലറി ഫിക്സ് ചെയ്യുകയോ അവരെ തസ്തിക നിർണ്ണയിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. അത് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടുത്തിടെ സർക്കാർ അവരുടെ സാലറി 42,000 രൂപ ഫിക്സ് ചെയ്തു. പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ സാലറി കട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് സാലറി ലഭിക്കുന്നുള്ളൂ. സാലറി കട്ടും ടാക്സും ഒക്കെ കഴിഞ്ഞ് 28,000 രൂപയോളം മാത്രമേ ഇവർക്ക് കയ്യിൽ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. അതായത് NHM ഡോക്ടർമാരുടെ സമാനമായ രീതിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അവർക്ക് 50,000 രൂപ സാലറി ഉണ്ട്, ഒപ്പം തന്നെ ഇൻസെൻറ്റീവും ഇൻഷുറൻസും മറ്റ് പരിരക്ഷകളൊക്കെ ഉണ്ട്. ഇതൊന്നും ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ NHM ഡോക്ടർമാരുടെ സാലറി കട്ട് സർക്കാർ എടുക്കരുതെന്ന് കൃത്യമായ നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് ഇതേ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് സാലറി കട്ട് എടുക്കുന്നു, മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇത് അവഗണനയാണ്. തുടർച്ചയായി ഈ വിഷയം സർക്കാരിൻ്റെ മുന്നിൽ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വേദനയാണ് അവർ പറയുന്നത്. ഇതേ തുടർന്ന് തങ്ങൾ രാജിവെക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പലരും രാജിക്കത്ത് ഇതിനകം തന്നെ DMOക്കും അതേസമയം ഒപ്പം തന്നെ ഈ കോവിഡ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ FLTCയിലാണ് കൂടുതൽ പേരും ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചാണെങ്കിൽ അവരുടെ സേവനം അനുസരിച്ചാണ് FLTCയുടെ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ കൂട്ടമായ രാജി വരികയാണെങ്കിൽ FLTCയുടെ പ്രവർത്തനം താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും. അവർ 10 ദിവസത്തെ മുൻകൂട്ടിയുള്ള 10 ദിവസം വരെ തങ്ങൾ ജോലിക്കുണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതിനുശേഷം തങ്ങൾ രാജിയിലേക്ക് പോവുകയാണെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ രാജിവെച്ച് പ്രതിസന്ധിയിലാക്കുന്നില്ല. പക്ഷേ 10 ദിവസം സർക്കാർ നൽകുന്നുണ്ട്. ഇതിനകം പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ തങ്ങൾ രാജിവെക്കുമെന്നുള്ളതാണ് കത്തിൽ അവർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഗുരുതരമാണ് വിഷയം. കൂട്ടമായ രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് കോവിഡ് പ്രതിരോധത്തെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും സർക്കാർ ഈ വിഷയം പരിഹരിച്ചിട്ടില്ലെങ്കിൽ രാജിക്കത്ത് നൽകിയ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടോ ഷഹീദ്? ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച DMOകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണമുണ്ടോ? ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? ആരോഗ്യവകുപ്പിനും സർക്കാരിനുമൊക്കെ ഈ വിഷയം ബോധ്യമുള്ളതാണ്. അവർ ഈ കഴിഞ്ഞ ദിവസം അവർക്ക് സാലറി ഫിക്സ് ചെയ്യാതെ, തസ്തിക പോലും ഫിക്സ് ചെയ്യാതിരുന്ന വിഷയം സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇവർ പെടുത്തിയതാണ്. ഇതേ തുടർന്നാണ് ഈ സാലറി ഫിക്സ് ചെയ്യുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഡോക്ടർമാർ, മുതിർന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാരെ, നേരത്തെയുള്ള ഈ ഇവരുടെ മേലുദ്യോഗസ്ഥരായ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും തങ്ങളൊരു രണ്ടാം കിടക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു പരാതിയും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തങ്ങൾക്ക് ഈ തങ്ങളുടെ തസ്തിക നിർണ്ണയിച്ചിട്ടില്ല, ഒപ്പം തന്നെ ശമ്പളം കൃത്യമായിട്ടില്ല എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു രണ്ടാം കിടം ജീവനക്കാരായാണ് തങ്ങളെ പരിഗണിക്കുന്നത് എന്നുള്ളൊരു പരാതിയും ആക്ഷേപവും ഇവർക്ക് മുന്നോട്ട് വെച്ചതാണ്. സർക്കാർ ആ പരാതി പരിഗണിച്ചിട്ടാണ് ഇവർക്ക് 42,000 രൂപ സാലറി എന്നുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അത് പിന്നീട് സാലറി കട്ട് കഴിഞ്ഞ് വളരെ ചെറിയ തുക മാത്രമേ തങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ള പരാതി അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ പലരും MBBS കഴിഞ്ഞ് PGക്ക് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ കൂടിയാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. അവരുടെ തുടർ പഠനം ഈ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് തങ്ങൾ ജോലി ചെയ്യുന്നതിന് കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ല, പ്രതിഫലം ലഭിക്കുന്നില്ല ഒരു പരാതി അവർ മുന്നോട്ട് ഷഹീദ് തിരികെ വരാം. കേരള ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഔസാം നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഔസാം, 10 ദിവസത്തെ ഒരു സമയം തന്നുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു രാജിക്കത്തിലേക്ക് കടക്കുന്നത്. അതായത് എല്ലാവരും അതല്ലാതെ മറ്റൊരു വഴിയില്ല, സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ? വ്യക്തമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ DHSനെയും അതത് DMOസിനെയും നമ്മൾ അറിയിച്ചതാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സാലറി കട്ടിൽ ഇൻക്ലൂഡ് ആക്കുന്നത് എന്നുള്ളത്. 42,000 രൂപ സാലറി ഫിക്സ് ചെയ്തതിനു ശേഷം 8,000 രൂപയോളമാണ് മാസം ഞങ്ങൾക്ക് കട്ട് വരുന്നത്. ആ കട്ടിൽ ഞങ്ങൾ ഒരിക്കലും ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ഉൾപ്പെടുത്താൻ സർക്കാരിന് സാധിക്കില്ല. തിരിച്ചു നൽകുന്നതിനെ പറ്റിയുള്ള ഒരു നിർദ്ദേശവും ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ചു തരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അതുപോലെ തന്നെ NHM വ്യവസ്ഥയിൽ ടെമ്പററി ആയി കോവിഡിന്റെ പാൻഡമിക്കിൽ എടുത്തിട്ടുള്ള ഡോക്ടേഴ്സിന് ഇതുപോലുള്ള കട്ടൊന്നുമില്ല. അവർക്ക് കട്ടില്ല എന്നുള്ളത് ഓർഡർ സഹിതം അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ 3 മാസമായി അവർ 41,000 രൂപ ശമ്പളവും കൈപ്പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാത്രമായി ഇങ്ങനെ തുല്യ ജോലി ചെയ്യുന്ന 2 പേർക്കിടയിൽ തുല്യനീതി എന്നുള്ളത് ഗവൺമെന്റ് ഉറപ്പാക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ ആ കാര്യം വരുമ്പോൾ മാത്രം ഗവൺമെന്റ് 2 നിലപാടാണ് എടുക്കുന്നത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാത്രം കട്ട് വരികയും അവർക്ക് കട്ടില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതും ഞങ്ങൾക്ക് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് എന്നുള്ളത്.
ഓസോ ഇത് നേരത്തെ തന്നെ സർക്കാരിന്റെ നിന്ന് പരാതി നിങ്ങളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണല്ലോ ശമ്പള വർധന ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ചർച്ച നടന്നപ്പോൾ കൃത്യമായ ഒരു ഉറപ്പ് നൽകിയിരുന്നു, അതായത് ഇങ്ങനെ ഒരു സാലറി കട്ടിനെ കുറിച്ചൊന്നും ആ സമയത്ത് പരാമർശം ഉണ്ടായിരുന്നില്ല എന്നാണോ? ഞങ്ങൾക്ക് ഈ സാലറി കട്ടിനെ കുറിച്ചുള്ള വ്യക്തത ലഭിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ സാലറി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് DHS തുടങ്ങിയപ്പോഴാണ്. അതായത് ഞങ്ങളുടെ തുടക്കത്തിലുള്ള പ്രതിഷേധം സാലറി കിട്ടുന്നില്ല എന്നതായിരുന്നു. പക്ഷെ അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ DHSന് മുന്നിലേക്ക് വരുന്നത്. അപ്പോഴാണ് സാലറി കട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിൽ DHS തൂങ്ങി നിൽക്കുന്നത്. അതിനൊരു വ്യക്തത വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി DHSലെ അധികാരികളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ ഫിനാൻസ് വകുപ്പിൽ നിന്നാണ് അതിന്റെ ഓർഡർ വരേണ്ടതെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പലർക്കും ഈ ഓണമായിട്ട് പോലും ശമ്പളം കൈപ്പറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ സാലറി കട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞ 2 മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് തുച്ഛമായൊരു ശമ്പളം തന്ന് അവരെ ഒതുക്കി തീർക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സമരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു ശ്രീ ഡോക്ടർ ഔസാം, ഇപ്പോൾ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രാജിയിലേക്ക്, ആ ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. 10 ദിവസത്തെ സമയമാണോ നൽകിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എന്ന് അറിയിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായ ശ്രമമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത്? ഇല്ല, ഇതുവരെ ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. അവര് പരമാവധി ഞങ്ങളെ തള്ളി നീക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കുറെ കാലമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നു. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ് ഞങ്ങൾ നേരിടുന്നത്. ചൂഷണങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളും ഞങ്ങൾക്കില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും അനാസ്ഥ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൽ പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും ഇല്ല. എത്ര ഡോക്ടർമാരാണ് ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിലുള്ളത് നിങ്ങളുടെ ഇടയിൽ? എത്ര പേരാണ്? ഞങ്ങൾക്ക് 1000-ഓളം വരുന്ന ഡോക്ടേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിലെ 70% പേര് CFLTCയിൽ ഡ്യൂട്ടി എടുക്കുന്നവരാണ്. ഗവൺമെന്റിന് തന്നെ തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ CHP പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെന്ന്. പക്ഷെ അല്ല, പല ജില്ലകളിലും ഞങ്ങൾ 70% വരുന്ന ഡോക്ടർമാർ, അതായത് 700-ഓളം പേര് വരുന്ന ഡോക്ടർമാർ ഞങ്ങൾ CFLTCകളിൽ കോവിഡ് പേഷ്യൻസുമായിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നത്. അത്രയും റിസ്ക് ഉള്ള ജോബ് എടുക്കുന്ന ഡോക്ടേഴ്സിനാണ് ഒരു റിസ്ക് അലവൻസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തരാതെ അവരുടെ സാലറി വീണ്ടും വെട്ടിച്ചുരുക്കുന്നത് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി സാലറി കിട്ടാൻ വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കോവിഡിൽ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് അതിന്റെ അലവൻസ് ലഭിക്കണം എന്നുള്ളത്. പക്ഷേ സർക്കാർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളോട് ചെയ്തു വരുന്നത്. ഞങ്ങളുടെ ഉള്ള സാലറി കൂടി വെട്ടിച്ചുരുക്കി എത്രയും കുറച്ചു കൊടുത്ത് എങ്ങനെ ഇവരെ ജോലി എടുപ്പിക്കാം എന്നുള്ളതിന്റെ മാതൃക കാണിക്കുകയാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. എത്ര പേരാണ് ഇപ്പോൾ ഇതിനകം എത്ര പേര് അസോസിയേഷനിൽ ഈ 700-ഓളം പേരിൽ എത്ര പേരാണ് ഇപ്പോൾ രാജി നൽകിയിരിക്കുന്നത്? ഞങ്ങൾ ഇന്നു മുതലാണ് അതത് DMOസിനും രാജിക്കത്ത് നൽകിക്കൊണ്ട് വരികയാണ്. അപ്പൊ വ്യക്തമായിട്ടുള്ള കണക്ക് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് ലഭിക്കുകയുള്ളൂ. പല MOസും ഓണം പ്രമാണിച്ച് ലീവ് എടുത്ത് അവിടെ ഡ്യൂട്ടി എടുക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മെയിൽ മുഖേന MOസിനെ വിവരം അറിയിക്കുകയും അത് കോണ്ടാക്ട് ചെയ്ത് അവരത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം പേര് അറിയിച്ചിട്ടുണ്ട്? ഏത് രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാവുക? എത്രത്തോളം പേരാണ് ഇപ്പോൾ രാജിവെക്കാൻ സാധ്യതയുള്ളത്? ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ഇനി രാജി അല്ലാതെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മാർഗവും ഇല്ല ഞങ്ങൾക്ക് മുന്നിൽ. ഓൾറെഡി കോർട്ടിൽ ഒരു കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ സാലറി കട്ട് മെൻഷൻ ചെയ്യാത്തതും ഗവൺമെന്റ് ആ സാലറി കട്ട് എന്നുള്ള കാര്യം ഞങ്ങൾ കോർട്ടിൽ പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ വരുത്താൻ നോക്കുന്നത്. അത് കിട്ടാത്തത് കൊണ്ട് ഇനി മുന്നിൽ ഞങ്ങൾക്ക് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലാതെ വേറൊരു മാർഗവും ഞങ്ങൾക്ക് മുന്നിലില്ല. ഓസം, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിന് ശേഷം അങ്ങനെ ഒരു കൂട്ടിയിരുത്തി അസോസിയേഷനോടുള്ള ഒരു ചർച്ച അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? ഞങ്ങൾ 2 ആഴ്ചയായി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു മെയിൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അത് അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് നമ്മൾ വിളിച്ചറിയിച്ചതുമാണ്. ഞങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം അഡ്രസ് ചെയ്ത് ആരോഗ്യമന്ത്രിയായിട്ട് ഒരു മീറ്റിംഗ് വേണം. സുഗമമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ആരോഗ്യ പ്രവർത്തകരെ സന്നദ്ധരാക്കണം. അതിനുവേണ്ടി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കുറെ മുന്നേ ഞങ്ങൾ അയച്ചിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അതിന് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവര് ഇപ്പൊ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ട് പോലും. താങ്കളടക്കം രാജിക്കത്ത് സമർപ്പിക്കുകയാണോ? എല്ലാവരും രാജിക്കത്ത് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ 2 ആഴ്ച സമയമാണ് കൊടുക്കുന്നത്. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ രാജിയിലേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ ഔസാം, കേരള ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് സംസാരിച്ചത്. ഷഹിദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ചിൽ സംഘർഷം.
അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിനു ശേഷം തുടർന്നുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നും കമ്മീഷണർ ഓഫീസിലേക്ക് അല്പം മുൻപാണ് മാർച്ച് നടന്നത്. പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി പ്രവർത്തകരെ തടഞ്ഞിരുന്നു. അതിനുശേഷം സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേർന്നു. സനോജ്, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ സ്ഥിതി ഏത് രീതിയിൽ? അപർണ, ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായിരിക്കുന്നു. കാരണം പ്രവർത്തകരൊക്കെ തന്നെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്ഥിതിക്ക് അല്പം അയവ് വന്നിട്ടുള്ളത്. കാരണം ഏതാനും നിമിഷങ്ങൾ മുമ്പായിരുന്നു കോഴിക്കോട് DCC ഓഫീസിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്നത്. ആദ്യം ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് പോലീസ് വലയം തകർത്ത് കടക്കാൻ ശ്രമിച്ചത്. ഏറെ നേരം ഇത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു. കണ്ണീർവാതകം പ്രയോഗിച്ചതിന് 3 റൗണ്ട് കണ്ണീർവാതകമാണ് പോലീസ് പ്രയോഗിച്ചത്. ഇതിനുശേഷം പ്രവർത്തകർ തിരിഞ്ഞു പോയിരിക്കുകയാണ്. അപർണ, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുകയും ചെയ്തു. തുടർന്ന് കണ്ണീർവാതകം പ്രയോഗിച്ചതിന് ശേഷം പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞുപോയി എന്നുകൂടി സനോജ് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നേരത്തെ നടന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും ഇടവേള. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശങ്ക. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 31 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ്. സമ്പർക്കത്തിലുള്ള ജീവനക്കാർ കൂടി നിരീക്ഷണത്തിൽ പോകുന്നതോടെ ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ആശങ്ക എത്രത്തോളം ഗൗരവതരമാണ്? വിശദാംശങ്ങൾ. അപർണ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 31 ആരോഗ്യ പ്രവർത്തകർക്കാണ് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ കാർഡിയോളജി, ഒപ്പം തന്നെ ഒഫ്താൽമോളജി, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കേസുകൾ ഉണ്ടാവുകയും ഈ ഡിപ്പാർട്ട്മെന്റുകൾ അണുനശീകരണത്തിനായി അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ 31 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വന്നതാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും DMO അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ്. കാരണം ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കോവിഡ് ബാധിതരായ ഉള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ കോവിഡ് തിരിച്ചറിയാതെ വന്ന പിന്നീട് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്ത ആളുകൾ എത്തുകയും ഇവരെ ചികിത്സിക്കുകയും ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ കാർഡിയോളജി അടക്കമുള്ള വിഭാഗങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന വ്യാപകമായി 31 പേർക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആശുപത്രിക്ക് അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർശന നിയന്ത്രണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപർണ. ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കിളിമാനൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. നീണ്ടകാലമായി കിടപ്പ് രോഗിയായിരുന്നു വിജയകുമാർ. കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനയിൽ വിജയകുമാറിന്റെ മകന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് വിജയകുമാറിനെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം മരിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെലോ അരുൺ ബാലചന്ദ്രൻ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ചോദ്യം ചെയ്യലിനായി അരുൺ ബാലചന്ദ്രനോട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അസൗകര്യം അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, സാക്ഷി ആയിട്ടാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് എന്നായിരുന്നു നേരത്തെയുള്ള വിവരങ്ങൾ. എന്തെല്ലാമാണ് പുറത്തുവരുന്ന കാര്യങ്ങൾ? എത്ര നിർണായകമായ പങ്കാണ് കേസിൽ ഉള്ളത്? അപർണ,
ഇപ്പോഴും ഇത് സാക്ഷിയായ രീതിയിൽ തന്നെയാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഏറ്റവും വളരെ നിർണായകമായ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺ ബാലചന്ദ്രൻ നിന്ന് കസ്റ്റംസ് തേടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് അരുൺ ബാലചന്ദ്രൻ കൊച്ചിയിലെ പ്രിവന്റീവ് കസ്റ്റംസിലെ കമ്മീഷണർ ആസ്ഥാനത്ത് ഹാജരായത്. പ്രധാനമായും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയാനുള്ളത് തന്നെ ഇവർക്ക് അതായത് സ്വപ്നയ്ക്കും ഭർത്താവിനും തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് എടുത്ത് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവർക്ക് അരുൺ ബാലചന്ദ്രൻ മുഖേനയാണ് ഫ്ളാറ്റ് എടുത്ത് നൽകിയിരുന്നത്. പക്ഷേ ഇതിന്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ശിവശങ്കറിന് തന്നെയാണെന്ന് അരുൺ ബാലചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം നൽകിയ വാട്സപ്പ് സന്ദേശത്തിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ നടപടികളെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല സ്വപ്നയാണ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയാണ് എടുത്ത് ഫ്ളാറ്റ് നൽകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നു. ഒരു സുഹൃത്തിന് ഫ്ളാറ്റ് എടുത്ത് നൽകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇത് മാത്രമായിരുന്നു തനിക്ക് ഇവരുമായുള്ളൊരു ബന്ധമെന്ന് വാട്സപ്പ് സന്ദേശങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് അരുൺ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മറ്റേതെങ്കിലും രീതിയിലൊരു ഫോൺ കോളുകളോ മറ്റിടപാടുകളോ ഒരു കാര്യവും താനുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നും നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഔദ്യോഗികമായി നടത്തിയ യാത്രകളടക്കമുണ്ട്. ഈ കാര്യങ്ങളിൽ സ്വപ്നയുടെ അടക്കമുള്ള ഒരു സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു പലതിലും. ഈ കാര്യങ്ങളിൽ അടക്കം കസ്റ്റംസ് വിശദീകരണം തേടും. ഏത് രീതിയിലായിരുന്നു ഒരു സൗഹൃദങ്ങളടക്കം എന്നതിനടക്കം അരുൺ ബാലചന്ദ്രൻ വിശദീകരിക്കേണ്ടി വരും. അതിൽ കസ്റ്റംസിന് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനടക്കം ഈ ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിന്റെ ആ ഘട്ടത്തിൽ അരുണ് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ബന്ധം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ വിവരങ്ങൾ ശേഖരിക്കൽ വളരെ നിർണായകവുമാണ്. അപർണ ഡാനി ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രൻ കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സർവകലാശാലകളുടെ അവസാന വർഷ പരീക്ഷകൾ റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പരീക്ഷ നീട്ടിവെക്കുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം. പരീക്ഷകൾ നീട്ടിവെക്കാമെങ്കിലും റദ്ദാക്കാനാകില്ല. അതിനിടെ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 6 സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. വിവരങ്ങളുമായി PG പ്രബോധ് ചേരുന്നു. പ്രബോധ്, പ്രധാനമായും നീറ്റ് പരീക്ഷ അടക്കമുള്ളവ മാറ്റിവെക്കണമെന്ന് ഉള്ള ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നതിനിടയിൽ കൂടിയാണ് സുപ്രീംകോടതിയുടെ തീരുമാനം വരുന്നതും സർവകലാശാല പരീക്ഷ നീട്ടിവെക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഏത് രീതിയിലാണ് സുപ്രീംകോടതിയുടെ പരാമർശം? അപർണ, സെപ്റ്റംബർ 30 മുമ്പ് എല്ലാ അവസാന വർഷ പരീക്ഷകളും പൂർത്തിയാക്കണമെന്നായിരുന്നു UGC നിർദ്ദേശം. ഈ നിർദ്ദേശത്തിനെതിരെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പരീക്ഷ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ദുരന്ത നിവാരണ അതോറിറ്റി UGCയുടെ അനുവാദത്തോടുകൂടി മാത്രമേ പരീക്ഷകൾ മാറ്റിവെക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ ഒരു കാരണവശാലും പരീക്ഷ നടത്താതെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം നൽകരുതെന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം. വിവിധ 6 സംസ്ഥാനങ്ങൾ, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി നീറ്റ് പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് 6 സംസ്ഥാനങ്ങൾ, BJP ഇതര 6 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ നീറ്റ് പരീക്ഷ മാറ്റിവെക്കണമെന്നും പരീക്ഷ നടത്താൻ പറ്റുന്ന സാഹചര്യമല്ല സംസ്ഥാനങ്ങളിലുള്ളതെന്നും വ്യക്തമാക്കി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഹർജി പിന്നീട് പരിഗണിക്കും. പ്രബോധ് വിശദാംശങ്ങൾ നൽകി. വീണ്ടും അപൂർവ ജനിതക രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി കാലടി ശ്രീ ശാരദാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ 1.5 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ഓണക്കോടിക്കായി മാറ്റിവെച്ച പണമാണ് കുട്ടികൾ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സംഭാവനയായി നൽകിയത്. ഈ കുട്ടികളുടെ ജീവിത ദുരിതത്തെക്കുറിച്ച് ന്യൂസ് 18 നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സഹായം. ജനിതക രോഗമായ ലൈസോസോമാൾ ഡിസീസ് ബാധിച്ച കുട്ടികളുടെ ജീവിതം ദുരിതക്കയത്തിലാണ്. ഒരാളുടെ ചികിത്സയ്ക്ക് ഒരു മാസം 1 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ചെലവ് വരും. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴ്പ്പെടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭാരിച്ച ചികിത്സാ ചെലവ് വഹിക്കാനാവില്ലെന്ന് അറിയിച്ചു. തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് സംസ്ഥാന സർക്കാരിനോട് ഇവരുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി അക്കൗണ്ട് ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. ഇതിലേക്കാണ് കാലടി ശ്രീ ശാരദാ വിദ്യാലയത്തിലെ കുട്ടികൾ ഓണാഘോഷം മാറ്റിവെച്ച് 1.5 ലക്ഷം രൂപ സംഭാവന ചെയ്തത്. കുട്ടികൾ ഈ പണം സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രന് കൈമാറി. കുട്ടികൾക്ക് എല്ലാ ആഘോഷങ്ങളും അവർ ആഘോഷിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ കരുതാനും അവരെ ഒന്ന് സഹായിക്കാനൊക്കെ അവർക്ക് ഒരു ശ്രമം ഉണ്ടാവണം. കാര്യം വിദ്യാഭ്യാസം എന്ന് പറയുമ്പം ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണല്ലോ.
ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ SBIയുടെ തിരുവനന്തപുരം സിറ്റി ബ്രാഞ്ചിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് ചെറുതും വലുതുമായ മറ്റു സഹായങ്ങളും പ്രവഹിക്കുകയാണ്. ജനിതക രോഗം ബാധിച്ച 36 കുട്ടികളാണ് സമൂഹത്തിന്റെ കരുണ തേടുന്നത്. ന്യൂസ് 18 കൊച്ചി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ 2 പേർ പിടിയിൽ. ഫിനാൻസ് ഉടമയുടെ മക്കളായ റിനു മറിയം, റിയ ആൻ മറിയം എന്നിവരാണ് പിടിയിലായത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അതേസമയം നിക്ഷേപകന്റെ പരാതിയിൽ പത്തനംതിട്ട സബ് കോടതി ജപ്തി നടപടികൾ തുടങ്ങി. 46 ലക്ഷത്തോളം രൂപ കിട്ടാനുള്ള ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ ചേരുന്നു. ശശി, എങ്ങനെയാണ് ഇപ്പോഴുണ്ടായ അറസ്റ്റ്? അത് ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്? വിശദാംശങ്ങളിലേക്ക്. അപർണ, ഈ കുട്ടികൾ, അതായത് റോയ് ഡാനിയലിന്റെയും പ്രഫയുടെയും മക്കളായ റിനു മറിയം തോമസ്, റിയ ആൻ തോമസ് എന്നിവരെയാണ് ദില്ലി എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിയിരിക്കുന്നത്. ഇവരെ കാണാതിരിക്കുന്നത് കാരണം ഇവരെ ഇന്നലെ മുതൽ ഈ റോയ് ഡാനിയലും അതുപോലെ തന്നെ ഭാര്യ പ്രഫയും അതുപോലെ മക്കളും കൂടുതലായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ വിദേശത്തേക്ക് കടക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ള കാരണത്താൽ തന്നെ റിപ്പോർട്ട് നോട്ടീസിൽ പോലീസ് പുറപ്പെടുവിച്ചത്. ഈ കാര്യത്തിലാണ് ഇന്ന് ഇവരെ ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിക്ഷേപകർ, ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ പോപ്പുലർ ഫൈനാൻസിന്റെ ആസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കോന്നി പോലീസ് സ്റ്റേഷനിലും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും അടൂർ ഏനാത്ത് പോലീസ് സ്റ്റേഷനുകളും ഇങ്ങനെ പരാതികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ ഒരു തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 2000 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. അന്വേഷണം നടക്കുന്നതനുസരിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ 2000 കോടിക്ക് മുകളിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേട്, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് അന്വേഷണം SPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടെ ഈ റോയ് ഡാനിയലിനെയും ഭാര്യ പ്രഭയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അപർണ, ഇപ്പോൾ ശശി, അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരെല്ലാം ഏത് രീതിയിലാണ് പരാതികളുമായി മുന്നോട്ട് വരുന്നത്? എത്ര രൂപയുടെ വീതം ഈ തട്ടിപ്പെല്ലാം നടന്നു എന്നാണ് പൊതുവെ ഉയരുന്ന പരാതികൾ? ഈ പരാതിക്കാരെല്ലാം പറഞ്ഞു ഇത് വലിയൊരു 50 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് തന്നെയാണ് ആളുകൾ ഇതിനകത്ത് പണം നിക്ഷേപിച്ചത്. പണം തിരികെ ലഭിക്കാൻ കഴിഞ്ഞ 2 മാസമായി പലിശ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് പണം തിരികെ ചോദിക്കുമ്പോൾ ലഭിക്കാതെ വരുന്നു. ഒരു വിവരം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ കാര്യത്തിലാണ് നിക്ഷേപർ പരാതിയുമായി രംഗത്ത് വന്ന് കഴിഞ്ഞ 1 മാസമായി തുടർച്ചയായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് കേസ് നടപടികളുമായി മുന്നോട്ട് ആരംഭിച്ചത്. 274 ശാഖകളിലായി ശാഖകളാണ് പോപ്പുലർ ഫിനാൻസിൽ ഉണ്ടായത്. ഇവിടങ്ങളിലെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശശി, ഉത്സവങ്ങളിലോ കവിയരങ്ങുകളിലോ പ്രഭാഷണ പരിപാടികളിലോ ഇനി പങ്കെടുക്കില്ലെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. എന്റെ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവർ പത്രാധിപന്മാരോടും പ്രസാധകരോടും ആവശ്യപ്പെടണം. സിനിമ, സീരിയൽ രംഗങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ അക്കാര്യം നിർമ്മാതാക്കളോടും സംവിധായകരോടും ആവശ്യപ്പെടണമെന്നും ചുള്ളിക്കാട് പറഞ്ഞു. 2 വർഷം മുൻപ് നടന്ന സാഹിത്യോത്സവത്തിലെ സദസ്സിൽ നിന്നുയർന്ന ചോദ്യത്തിന് ചുള്ളിക്കാട് നൽകിയ മറുപടി അടുത്തിടെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചുള്ളിക്കാട് നിലപാട് വ്യക്തമാക്കിയത്. പൊന്നോണക്കാലം. ഓണവില്ലിന്റെ താളം കേട്ട് ഓണത്തപ്പൻ വരും. കോട്ടയ്ക്കൽ കോട്ടൂരിലെ മധുവിനും അച്ഛൻ കുട്ടിയാത്തയ്ക്കും ഓണത്തപ്പനെ വരവേൽക്കാനുള്ള അതിജീവന താളമൊരുക്കലാണ് ഓണവില്ല് കൊട്ടൽ. ഓണവില്ലിൽ കൊട്ടിക്കയറുകയാണ് ഓണമധുരം. കായമ്പക പോലെ ഗോപുരം കയറുന്ന പെരുക്കം. ഓണവില്ല് കൊട്ടി ഓണത്തെ വരവേൽക്കുകയാണ് ഇവർ. ഓണവില്ല് നിർമ്മിക്കുന്നതിന് ചില ചിട്ടകളുണ്ടെന്ന് കോട്ടൂരിലെ മധുവും അച്ഛൻ കുട്ടിയാത്തയും പറയുന്നു. ഈറമ്പന കൊണ്ടുണ്ടാക്കാം, കഴുങ്ങുകൊണ്ടുണ്ടാക്കാം. ഇതിപ്പോ കരിമ്പനയാകുമ്പോ കുറച്ചും കൂടി നല്ല ശബ്ദം കിട്ടും, നല്ല മുഴക്കൊക്കെ നാദം കിട്ടും. നല്ല മൂത്ത കരിമ്പനേന്റെ കഷ്ണം തന്നെ വേണം. അതുപോലെ ഇതിന്റെ ഞാണായിട്ട് ഉപയോഗിക്കുന്നത് ഈ മുളയാണ്. ഈറമ്പന ഇത് കഴുങ്ങ്, ഇത് മുളേന്റെ കഷ്ണമാണ്. ഇത് 1, 2, 3, 4 കമ്പ് വേണം. ഇതിന് 4 കമ്പ് വെച്ചിട്ട് ഈ കമ്പിന്റെ ഇവിടെ വെച്ച് മുറിക്കും, ഇവിടെയും മുറിക്കും. നടുക്കിൽ 2 കമ്പ് വേണം. ഇതുപോലെ എന്നിട്ട് ഷേപ്പാക്കി എടുക്കണം. വണ്ണം കുറഞ്ഞ് ഞാണ് പോലെ കനം കുറച്ചെടുക്കണം. വർഷങ്ങൾക്ക് മുൻപ് ഓണ ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും ഓണവില്ലിന്റെ താളം ഉയർന്നിരുന്നു. ഓണവില്ല് കെട്ടാനും കൊട്ടാനും പ്രാവീണ്യം വേണം. തോന്നും പോലെ കെട്ടാനോ കൊട്ടാനോ പാടില്ല.
ഇവിടെ ഒരു നാദം ഇതുവരെ ഇതിന് ഈ കമ്പിന്റെയും ഇതിന്റെ സെന്റർ ഭാഗം വരെ കൊട്ടാൻ പാടുള്ളൂ. അപ്പൊ ശബ്ദ വ്യത്യാസം കണ്ട ഇവിടേക്ക് കൂടുമ്പോ ചെണ്ടയിലുള്ള അതേ സ്വരസ്ഥാനങ്ങളും എല്ലാം ഇതിനുണ്ട്, വില്ലിനും ഉണ്ട്. ഓണവില്ലിനു പിന്നിലും ഐതിഹ്യമുണ്ട്. ശ്രീരാമൻ താളം പിടിച്ച വാദ്യോപകരണം എന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓണവില്ലും കോട്ടക്കലിലെ ഓണവില്ലും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഇതിലിപ്പോ താളം ചിട്ടപ്പെടുത്തല് ഈ ചെണ്ടേമില് തായമ്പ കൊട്ടുണ്ടല്ലോ, അതേ ഇതിന് ജിമ്പിൽ കൊട്ടല്. മുൻപൊക്കെ ഓണവില്ലി ചോദിച്ച് നിരവധി പേർ മധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. കൊറോണ കൊണ്ടുപോയ ഈ ഓണക്കാലത്ത് ആൾക്കൂട്ടവും ആരവങ്ങളുമില്ല. എങ്കിലും ഓണവില്ലിന്റെ താളമാണ് ഓണത്തിന്റെയും താളമെന്ന് തിരിച്ചറിയുന്ന മധുവിന്റെ കുടുംബം ഇക്കൊല്ലവും കൊട്ടിക്കയറുകയാണ് ഓണത്തപ്പനെ വരവേൽക്കാൻ. അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുകയാണ്. വിശദമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും സന്ദർശിക്കുക